ഇന്നത്തെ വിഷയം തുടങ്ങുന്നത് കാക്കനാട് വെച്ചിട്ടുണ്ടായ പ്രശ്നത്തെ തുടർന്നാണ്. ഓൾറെഡി ആ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടിരിക്കും. എല്ലാവരും വീഡിയോ കണ്ട വീഡിയോ ആണ്. ഓൾറെഡി ഒന്നും കൂടി ഞാൻ അത് വീഡിയോ കാണിക്കാതെ ഞാൻ തുടങ്ങുന്നത് ശരിയല്ല. അതുകൊണ്ട് ആ വീഡിയോ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഉണത്തോക്ക് ഇപ്പൊ അരമണിക്കൂറായിട്ടുള്ളൂ കേട്ടോ മേടിച്ചിട്ട്. വെയിറ്റിംഗ് ഒന്നുമില്ല, ഇതിനുള്ള ഉത്തരവാദിത്തം ഇപ്പൊ മേടിച്ചിട്ട് പോയിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ. എന്താ ഇതിന് ഉത്തരവാദിത്തം നടപടി? ഇതിന്റെ മാനേജറാണ്. ഇത് സാധനമുണ്ട്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് ഇതൊന്ന് മണത്ത് നോക്കി. പുഴു ആദ്യം പറയുന്നത്, പിന്നെ പറയുന്നത് പുഴു ഇല്ലാന്നും പറയുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റിൽ പറയുന്നുണ്ട് വേറെ ആരോടെ പുഴു ഇല്ലാന്ന്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ സ്മെല്ലുള്ള ചിത്രിക്കുന്നത് ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് പോവാണ്. ഓൾറെഡി കറണ്ട് ലാഭിക്കാനും വേണ്ടിയിട്ടായിരിക്കും. കൂടുതൽ ഫ്രാഞ്ചൈസികൾ KFC വർക്ക് ചെയ്യുന്നത് ഓൾറെഡി നിങ്ങളുടെ ഓരോ ഫ്രാഞ്ചൈസികളാണ്. ഓക്കെ, അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണിത് KFC എന്ന് പറയുന്നത്. ഈ KFC എന്ന് പറയുന്ന കമ്പനി ഓൾറെഡി വർക്ക് ചെയ്യുന്നത് ഫ്രാഞ്ചൈസി വഴിയാണ്. ഓരോ ബ്രാഞ്ചുകളും ഓരോ ആ വ്യക്തിയുടെ പേരിലാണ്. ഓക്കെ, അത് സ്വന്തം KFC ആണെങ്കിൽ അവരുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാണ്. അവരുടെ ബ്രാൻഡിന് വേറെ സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബ്രാൻഡ് മേടിച്ചിട്ടാണ് ഓരോരോ ആൾക്കാർ സെപ്പറേറ്റ് ആയിട്ട് ഔട്ട്ലെറ്റ് തുറക്കുന്നത്. ഈ ഔട്ട്ലെറ്റ് തുറക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ച് KFCക്ക് അന്വേഷണം ഉണ്ടാക്കി മോശം സിറ്റുവേഷൻ ഉണ്ടാക്കി അവരെ ബ്രാൻഡിനെ കളഞ്ഞ് എന്നുണ്ടെങ്കിൽ ആ ജന്മത്തിൽ പോലും ആ ബ്രാഞ്ച് ഓൾറെഡി തുറക്കത്തില്ല. KFC തന്നെ പൊട്ടിക്കും. വേറെ നിയമ നടപടികളൊന്നും വേണ്ട. ഓൾറെഡി KFC തന്നെ പൊട്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള നിയമ നടപടികൾ ഓൾറെഡി നേരിട്ടിട്ട് പോകണം. KFC തന്നെ ഇനി ജന്മത്തിൽ പോലും അവർക്ക് ബ്രാഞ്ച് കൊടുക്കത്തില്ല, അവരെ പേയ്മെൻറ്റ് കൊടുക്കത്തില്ല. അവരെ ബോർഡിന് ഒരു നല്ലൊരു ഹ്യൂജ് എമൗണ്ടാണ് അവർ ഈട് ചെയ്യുന്നത് അവരുടെ ബ്രാഞ്ചിന് വേണ്ടിയിട്ട്. ആ ഫ്രാഞ്ചൈസി ഒരാൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ ഫ്രാഞ്ചൈസി തുടങ്ങിയിട്ട്, പക്ഷേ അതേ രൂപത്തിൽ അവർ ചെയ്യുന്ന സെറ്റപ്പിലാണ്. എല്ലായിടത്തും നല്ല ക്വാളിറ്റി മെയിൻ്റനൻസ് ചെയ്തിട്ടാണ് ഓൾറെഡി നൽകുന്നത്. പക്ഷേ ഇന്ത്യയിൽ എന്താണെന്നറിയില്ല, ഇന്ത്യയിൽ ഓരോ സ്ഥലത്തും പക്ഷേ ക്വാളിറ്റി എല്ലായിടത്തും മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. എവിടെ പോയാലും KFCയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ ക്വാളിറ്റിയും അവരുടെ എക്യുപ്മെൻസുകളും അവിടെ ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ കൗണ്ടേഴ്സും അവരുടെ സെറ്റിങ്സും മൊത്തത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ എവിടെ പോയാലും ഒരേ സ്റ്റൈലായിരിക്കും കാണുക. അതും കൂടാണ്ട് അവരുടെ ക്വാളിറ്റിയും അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ കാക്കനാടുള്ള ഇവർ ചെയ്ത മോശത്തിന് വേണ്ടിയിട്ട് മൊത്തം KFCയെ അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. പക്ഷേ ഇവർ ചെയ്തത് ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തിയാണ്. അതിന് ഞാൻ അംഗീകരിക്കുന്നില്ല. സംഭവം എന്തിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഓൾറെഡി ഓഫ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്മെല്ലുകൾ ഉണ്ടാവും. അവർക്ക് പോലും അറിയത്തില്ല, ഈ കുക്ക് ചെയ്യുന്നവർക്ക് പോലും അറിയത്തില്ല അത് കേടായ ചിക്കനാണെന്ന്. പക്ഷെ പുഴുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്ര വിശ്വാസം വരുന്നില്ല. പക്ഷെ സ്മെല്ലുണ്ടായിരിക്കും, ഉള്ളിൽ സ്മെല്ലുണ്ടായിരിക്കും, പുറത്തേക്ക് അറിയാൻ പറ്റത്തില്ല. ഓൾറെഡി കുക്ക് ചെയ്യുന്ന ആരെങ്കിലും കുക്കിംഗ് മാസ്റ്റർ അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അത് കട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് ഓൾറെഡി അത് കേടായ ചിക്കനാണോ അല്ല നല്ല ചിക്കനാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ചില ചിക്കനുകൾ ഓൾറെഡി അറിയാൻ പറ്റും, പുറത്ത് വെച്ച് കുറച്ച് സമയം പുറത്ത് വെച്ച് തന്നെ ഓൾറെഡി മനസ്സിലാവുന്നതായിരിക്കും. ചില ടൈമുകളിൽ മനസ്സിലാവത്തില്ല. അപ്പോൾ ഇതെന്ത് സംഭവിച്ചെന്ന് എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ഊഹാപോഹങ്ങളാണ് പറയുന്നത്, വ്യക്തമല്ല എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ ഇതുവരെയായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഇതുവരെയായിട്ട് ഒരു ന്യൂസ് ചാനൽ പോലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെറും ഫേസ്ബുക്കിൽ കറങ്ങുന്നുണ്ട്, കുറച്ച് യൂട്യൂബേഴ്സ് എടുത്തിട്ട് ഇട്ടലക്കുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ന്യൂസ് ചാനൽ പോലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് അപകടം പിടിച്ച കാര്യമാണ്. അപകടം എന്ന് പറഞ്ഞാൽ അപകടം പിടിച്ച കാര്യമാണ്. ലൂസ് മോഷൻ ഉണ്ടാവാനും പല കാരണങ്ങളും ഇതിന് ഹോസ്പിറ്റലിലാവാനും വയറിളക്കം ഉണ്ടാവാനും പലതിനും കാരണമുണ്ട്. ഓൾറെഡി കുട്ടികൾക്ക് മനസ്സിലാവത്തില്ല ഇത് വെടക്കായ ചിക്കനാണ്. ഇത് ഓൾറെഡി അയാൾ പറയുന്നുണ്ട്. കുട്ടികൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനസ്സിലായത്, സ്മെല്ല് കണ്ടിട്ട് ഓൾറെഡി മനസ്സിലായത്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവരും ഉണ്ട്, മനസ്സിലാവാത്ത തിന്നുന്നവരുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് തിന്നുന്നവരുണ്ട്. അങ്ങനത്തെ പല ഹോട്ടലുകൾ എവിടെ പോയാലും സാധാരണ നോർമൽ ഹോട്ടലുകളിൽ ഈ നമ്മൾ കാറ് പോകുന്ന എവിടെയെങ്കിലും
നമ്മൾ ടൂർ പോവാണ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഹൈവേ സൈഡിലുള്ള ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മിക്കവാറും ഇത് സംഭവിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഹൈവേ ഹോട്ടലുകളിൽ അവർ ഏത് സമയത്താണോ ആൾക്കാർ വരുന്നത്, ഏത് സമയത്താണോ ജനങ്ങൾ വരുന്നത്, കസ്റ്റമർ വരുന്നത് അവർക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടാവില്ല. എപ്പം വേണമെങ്കിലും വരില്ല. ചില ദിവസങ്ങളിൽ ഒരു വണ്ടി പോലും നിർത്തത്തില്ല. ആ സമയത്ത് അന്നത്തെ ഫുള്ള് ചിക്കൻ എത്രയാണോ അവർ സ്റ്റോക്ക് ചെയ്ത് 30 കിലോ ചിക്കൻ ആണെങ്കിൽ 30 കിലോ ചിക്കനും അവിടെ പെൻഡിങ് ആയിരിക്കും. പെൻഡിങ് ആവുന്ന സമയത്ത് പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ മാറ്റി വെക്കും, ഫ്രീസറിൽ വെക്കും, ഫ്രോസാക്കി വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ചിക്കൻ എടുത്ത് കളഞ്ഞിട്ട് പിറ്റേ ദിവസം ഫ്രഷ് ചിക്കൻ എടുത്തിട്ട് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഹോട്ടൽ പെട്ടെന്ന് പൂട്ടിപ്പോകും. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഇവർ 30 കിലോ 40 കിലോ ചിക്കൻ ഒരു ദിവസം സ്റ്റോക്ക് ചെയ്ത് വെക്കും. അവർക്ക് എപ്പോഴാണോ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ അവർ സ്റ്റോക്ക് ചെയ്ത സാധനങ്ങളിൽ എന്ത് സംഭവിക്കും, ഇന്ന് ഒരു വണ്ടിയും നിർത്തിയിട്ടില്ല. ഹൈവേൻ്റെ സൈഡിലുള്ള ഹോട്ടലുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പെർമനൻ്റ് നോർമൽ നടക്കുന്ന ഹോട്ടലുകളിൽ അവർക്ക് ഓൾറെഡി ഒരു ഊഹാപോഹങ്ങൾ ഉണ്ടാവും. ഇന്ന് ഇത്ര കിലോ ചിക്കനെ പോകത്തുള്ളൂ, ഇന്ന് ഇത്ര ചിക്കന് പോകുന്നു. പക്ഷേ ഹൈവേ സൈഡുകളിലെ ഹോട്ടൽ അവർക്ക് ഒന്നും ഒരു പ്രഡിക്ഷനും ഉണ്ടാവത്തില്ല. ഏത് സമയത്തും വണ്ടി നിർത്താം. വണ്ടി നിർത്തുന്ന സമയത്ത് ഒരു ദിവസം 30, 40 കിലോ 50 കിലോ ചിക്കന് പോകാനും സാധ്യതയുണ്ട്. പക്ഷെ നിർത്താത്ത സമയത്ത് ആ മൊത്തം ബാലൻസ് ആവാനും സാധ്യതയുണ്ട്. അപ്പം ഒരു ദിവസം ബാലൻസ് ആയ ചിക്കന് പിറ്റേ ദിവസം അവർക്ക് അതേപടി എങ്ങനെയാണോ ഒരു ദിവസം മുമ്പത്തെ എങ്ങനെയാണോ അവർ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിച്ച് അതേ രീതിയിൽ അതേ ചിക്കൻ വെച്ചിട്ട് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. 100% ഉറപ്പാണ്. ഇത് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ ഓൾറെഡി ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്ത അവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പറയുന്നുള്ളത്. പക്ഷെ ഞാൻ എവിടെയും ടൂർ പോകുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഹൈവേൻ്റെ സൈഡിൽ കാറിൽ പോകുന്ന സമയത്തോ ഒരു സ്ഥലത്തുനിന്ന് പോലും വെജ് ഹോട്ടലിൽ നിന്നല്ലാതെ നോൺ വെജ് ഹോട്ടലിൽ നിന്ന് ഞാൻ കഴിക്കാറില്ല. സംഭവം ഇതാണ് കാരണം. ഫിഷ് ആണെങ്കിൽ പോലും ചിക്കൻ ആണെങ്കിൽ പോലും നോൺ വെജ് ആണെങ്കിൽ പോലും ഇതന്നെ സംഭവം. പക്ഷേ വെജ് ഹോട്ടലിൽ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്. വെജ് ഹോട്ടലിൽ സംഭവം എന്താ വെച്ചാൽ അവിടുന്ന് നമുക്ക് അത്ര കേടായ സാധനങ്ങൾ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. പക്ഷെ ഇവർ കാണിച്ചത് വളരെ മോശമാണ്. ഇവർ ഫ്രീസർ ഓഫ് ചെയ്ത് പോയി കാണും. നൈറ്റിൽ ഫ്രീസർ ഓഫ് ചെയ്ത് ഐസ് ഫ്രോസനായ ഫ്രീസർ ആയതുകൊണ്ട് നൈറ്റിൽ ഫ്രീസർ ഓഫായി പോയി കാണും. അതിന് ശേഷം പിറ്റേ ദിവസം വന്നിട്ട് അതേ ചിക്കൻ എടുത്തിട്ട് ഓൾറെഡി അവർ സെയിൽ ചെയ്തിട്ടുണ്ടാവും. അന്നന്ന് വരുന്ന ചിക്കൻ അല്ല ഓൾറെഡി KFCയിൽ യൂസ് ചെയ്യുന്നത്. KFC, മക്ഡോണൾഡ്സ് ഇങ്ങനത്തെ വലിയ വലിയ കമ്പനികളിൽ അന്നന്ന് വരുന്ന ഫ്രഷ് ചിക്കൻ അല്ല യൂസ് ചെയ്യുന്നത്, ഫ്രോസൺ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. ആ ഫ്രോസൺ ചിക്കൻ യൂസ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, കട്ട് ചെയ്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് സംഭവിച്ച പിഴവാണിത്. അല്ല എന്നുണ്ടെങ്കിൽ അവർ അബദ്ധവശാലും ഫ്രീസർ ഓഫ് ചെയ്ത് പോകാനും സാധ്യത ഉണ്ട്. രാത്രി ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫ്രീസർ ഓഫ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അറിയാതെ ആരെങ്കിലും ക്ലോസ് ചെയ്ത് ഓഫ് ചെയ്ത് പോകാനും സാധ്യത ഉണ്ട്. അങ്ങനെയെല്ലാം വരുന്ന അതെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അതെല്ലാം അന്വേഷിക്കേണ്ടത് ഞാനല്ല, അതെല്ലാം അന്വേഷിക്കുന്നവരെ അന്വേഷിച്ചോളൂ. പക്ഷെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.